ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് എന്നുള്ള ടേമുകൾ. ഞാൻ റീസെൻ്റായിട്ട് ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനുണ്ടായി. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരു ഡെഫിനിഷൻ പറയാനില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്, അതൊരു കോമൺ ടേമാണെന്നൊക്കെ പറയുന്നുണ്ടായി. സത്യത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു കോമൺ ടേം ആണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും നമ്മൾ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ്, ഇതൊക്കെ പലപ്പോഴും വളരെ കോമൺ ആയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ് പലപ്പോഴും പലരും യൂസ് ചെയ്ത് കാണാറുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതെന്താണെന്ന് ചോദിച്ചാൽ പലർക്കും കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ റിയാലിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം മനസ്സിലേക്ക് ഒരു ക്യാമറ ഇരിക്കും. ഇപ്പോൾ ട്രാഫിക്കിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ് സെറ്റ് ചെയ്തിട്ട് ക്യാമറാസ്, പിന്നെ നമ്മൾ മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്ന സംഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ നാച്ചുറൽ ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്ന സംഭവം, ഇതിനെ മിമിക് ചെയ്തുകൊണ്ട് ഇതിനെ മോഡലാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സിസ്റ്റങ്ങളെ മുഴുവൻ നമ്മൾ ഇൻ ജനറൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം. പക്ഷേ ഈ ടേം എന്നുള്ളത് പിന്നെ അത് മോറിലേക്ക് ഒരു വെഹിക്കിൾ നമ്മൾ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ടാണ് ആളുകൾക്കൊക്കെ ഈ കൺഫ്യൂഷൻ ആക്ച്വലി വരുന്നത്. അപ്പോൾ വെഹിക്കിൾ എന്നുള്ളൊരു വാക്ക് നമുക്ക് സൈക്കിളിന് പറയാം, മോട്ടോർ സൈക്കിളിന് പറയാം, പിന്നെ കാറിന് പറയാം, ലോറിക്ക് പറയാം, വിമാനത്തിന് വരെ നമുക്ക് വെഹിക്കിൾ എന്നുള്ള ഒറ്റ ടേമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ വാഹനങ്ങളുടെയും സ്പീഡ് ഡിഫറൻ്റ് ആണ്, അതിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആണ്, അതിലെ സ്പെഷ്യാലിറ്റീസ് എല്ലാം ഡിഫറൻ്റ് ആണല്ലോ. അപ്പോൾ ഇതേപോലെയാണ് AI മോഡലുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവലിലുള്ള AI വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ചില AI മോഡൽസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നത്, അതിനൊരിക്കലും നമുക്കൊരു ലാർജ് ലാംഗ്വേജ് മോഡലിനായിട്ടോ അല്ലെങ്കിൽ ChatGPT ഒക്കെ പോലത്തെ ഒരു സംഗതിയായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതേ സംഗതി നമുക്കൊരു ഹ്യൂമനോയിഡ് റോബോട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല ലെവലിലുള്ള AI മോഡലുകളുണ്ട്. ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മനുഷ്യൻ്റെ നാച്ചുറൽ ഇൻ്റലിജൻസിനെ മിമിക് ചെയ്തുകൊണ്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം എന്ന് വിളിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇപ്പം കോഴിക്കോട് നിന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകാമെന്ന് ചോദിച്ച പോലെയാണ് ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ബസ് കയറി പോവാം, അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം, ചില ആൾക്കാർക്ക് വേണമെങ്കിൽ മോട്ടോർ സൈക്കിളൊക്കെ ഓടിച്ച് പോവാം, ഇനി ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടി പോകണം, അയാൾക്കും അങ്ങനെ വേണമെങ്കിലും പോവാം. ഇനി ചില ആളുകൾക്ക് മേ ബി ഇവിടുന്ന് കോഴിക്കോട് എയർപോർട്ട് ഉണ്ട്, കൊച്ചിയിലെ എയർപോർട്ട് ഉണ്ട്, ഫ്ലൈറ്റ് കയറി പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, അങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷെ അതിൻ്റെ യാത്രൻ്റെ നേരത്തെ പറഞ്ഞ പോലെ യാത്രൻ്റെ സ്പീഡും ആളുകളുടെ നമ്മളെ കംഫർട്ട് ലെവലും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് മീഡിയം വേണം നമ്മൾ തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളെ കയ്യിലുള്ള ഡാറ്റൻ്റെ വോളിയം എത്രയാണ്, നമുക്ക് ഈ മോഡൽ റൺ ചെയ്യാനുള്ള ഹാർഡ്വെയർ എത്രമാത്രം ബെറ്ററാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് AI മോഡൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാവും എന്താണ് AI എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺഫ്യൂഷൻസ് വരാനുള്ളതെന്നുള്ള കാരണം. ആക്ച്വലി ഒരുപാട് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ AI കുറിച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഡെഫിനിഷനായി നമ്മളിനി തുടർന്നും ഇത് എന്താ പറയുക, നമ്മളെ ചാനലിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. മോറിലേക്ക് ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, റോബോട്ടിക്സ് എന്താണ്, മെഷീൻ ലേണിംഗ് എന്താണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്ന് നമുക്ക് ഫസ്റ്റ് വരുന്ന സാധനമാണ് നിങ്ങൾക്കൊരു മെഷീൻ ലേണിംഗ് എക്സ്പെർട്ട് ആവാം, ഡാറ്റാ സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് 90% ആളുകൾ ഇതെല്ലാം എല്ലാവർക്കും ഇതൊക്കെ AI ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും.